ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാർക്കോ ഉണ്ണിയുടെ കാല് തല്ലിയൊടിക്കുന്നു. വേദന കൊണ്ട് അലറി നിലവിളിക്കുന്ന ഉണ്ണിയെ കണ്ട് സ്വന്തം ഏട്ടൻ്റെ മരണം പോലും ആഗ്രഹിക്കുന്നവനാണ് നീ. അങ്ങനെ ഒരുത്തൻ ദൈവങ്ങൾക്ക് പോലും വെറുപ്പാണ്. കണ്ണൻ സാറ് ശ്വാസം മുട്ടിപ്പടയുന്നത് കണ്ടിട്ട് നീ എന്താ ചെയ്തത്? അതിനുള്ള ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഞാൻ നിനക്കിപ്പോൾ തന്നത്. ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കണ്ണൻ സാറ് നിന്നെപ്പോലെ ദുർബലല്ല, കരുത്തനാണ്. അതുകൊണ്ട് ഇനി കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും നിനക്കോ നിൻ്റെ ഭാര്യയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല എന്നെയും ലോപ്പസിനെയും പോലുള്ള കുറച്ച് കൂടപ്പിറപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അവരുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് നീ നുള്ളിയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ മണ്ണിലടിയിലായിരിക്കുമെന്ന് കർശനമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പ് മാർക്കോ ഉണ്ണിക്ക് കൊടുക്കുന്നു. പിന്നീട് ലോപ്പസ് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയെ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ ചിലപ്പോൾ അഭിനയമായിരിക്കും. അവസാനം അവർ വിഷം തരുമോയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായപ്പോൾ അമ്മയാണ് ഉണ്ണിയെ വിളിച്ചതും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും പറഞ്ഞതെന്ന് പറയുമ്പോൾ അതൊക്കെ സാറിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും. അവൻ സാറിനെ ഇടയ്ക്ക് വെച്ച് കൊലപ്പെടുത്തുമെന്ന് അവൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ലോപ്പസ്. ഇതേ സമയം മാർക്കോ വരുന്നു. ഉണ്ണിക്കും അവനെ സഹായിച്ചവർക്കൊക്കെ നല്ലത് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെ പ്രധാനപ്പെട്ട ഗുണ്ടയായ ഏസായ് മെക്കാനിക്കിനെ കൊണ്ട് സാറിൻ്റെ എത്തിച്ച് AC-യിൽ വിഷം നിറയ്ക്കാനാണ് അവൻ പറഞ്ഞത്. സാർ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത പോകുന്ന സമയത്ത് വേറൊരാളും കൂടെ ഉണ്ടാകുമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് ഉണ്ണിയെ നീ എന്താ ചെയ്തത്, തൂക്കിലേറ്റു എന്നെല്ലാം ലോപ്പസ് ചോദിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമാവില്ലേ, അവൻ നീറി വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് എൻ്റെ മരണം കണ്ട് അവൻ ആസ്വദിക്കുകയായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എല്ലാത്തിനും ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ ആ സംഭവത്തിന് തൊട്ട് മുൻപ് അമ്പലത്തിലായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം ധ്യാനിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പുറപ്പെട്ടത്. അത് ഏതായാലും നന്നായി. സാറിനെയും മഹാലക്ഷ്മിയും കുഞ്ഞിനെയൊക്കെ രക്ഷിക്കാൻ പല അദൃശ്യ ശക്തികളുടെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിൽ സാറിൻ്റെ വീട്ടിലുള്ളവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നീട് ദുർഗയുടെ അടുത്ത് വന്നിട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ മുതൽ ഉണ്ണിയേട്ടനെ വിളിക്കുകയാണെന്നും ഇതുവരെ ഫോൺ എടുത്തില്ല എന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ ഏതായാലും ഡിസ്ചാർജായി, അവൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞ് കണ്ണൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഉണ്ണിയേട്ടൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് കണ്ണേട്ടൻ ഉണ്ണിയേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എന്നും ദുർഗ പറയുന്നുണ്ട്. ഏതായാലും കണ്ണനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഉണ്ണിയല്ലേ, അതുകൊണ്ട് തന്നെ കണ്ണൻ വരുമ്പോൾ അവനും കൂടെ കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കണ്ണൻ്റെ മുറിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെന്നപ്പോൾ എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ടായിരുന്നു. എനിക്കും ചെറിയ ശ്വാസമുട്ടൽ പോലെയൊക്കെ ഉണ്ടായി. ഞാൻ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നും ഇറങ്ങി പോന്നു എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ചിലപ്പോൾ AC-ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയതായിരിക്കും എന്ന് കരുണ പറയുന്നതും ഏതായാലും കണ്ണൻ വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. കണ്ണനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് വഴിപാടുകളും നേർന്നിട്ടുണ്ട്. ഇനി അവൻ നശിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്നും പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് രാവിലെ തന്നെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി മഹാലക്ഷ്മി പൂജിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നും അത് കണ്ണൻ്റെ അച്ഛനും അപകടമുണ്ടായ സമയത്ത് കണ്ണൻ്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ വിഗ്രഹമാണെന്നും അതാണ് മഹാലക്ഷ്മിക്ക് കിട്ടിയത്. അതുകൊണ്ട് ജീവനുള്ള അയ്യപ്പ വിഗ്രഹമാണ്. അവിടെ നിന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കും നല്ലതേ വരൂ. മാത്രമല്ല നീ ഉണ്ണിയോടൊപ്പം പോയി ആ വിഗ്രഹം കളയാൻ നോക്കിയതല്ലേ, എന്നിട്ട് എന്താ ഉണ്ടായത്? കൃത്യമായിട്ട് അത് പൂജാമുറിയിൽ തന്നെ തിരിച്ചെത്തിയില്ലേ എന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അപ്പോൾ ഇതേ സമയം കണ്ണൻ്റെ കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നതും പോയി വാതിൽ തുറക്കാനും കണ്ണനെയും കൊണ്ടായിരിക്കും ഉണ്ണി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ദുർഗ. അങ്ങനെ കരുണ ഉമ്മറത്ത് ചെന്ന് നോക്കുന്നു. ഇതേ സമയം ഡ്രൈവർ സുമേഷ് ആണെങ്കിൽ വീൽ ചെയറിലൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അയാൾ ആരോഗ്യത്തോടുകൂടി മടങ്ങി വന്നിട്ടുണ്ട് എന്നെല്ലാം അമർഷത്തോടു കൂടി പറയുകയാണ് കരുണ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ഡോറ് തുറന്ന് ഉണ്ണി വീൽ ചെയറിലേക്ക് ഇരിക്കുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവാണ് കേട്ടോ കരുണ. ഇതേ സമയം അവിടേക്ക് വരുന്ന ദുർഗയാണെങ്കിലും ആ ഒരു കാഴ്ച കണ്ട് കണ്ണു തള്ളി പോകുന്നു. തുടർന്ന് എന്താ പറ്റിയെന്നെല്ലാം ദുർഗയും കരുണയും ഉണ്ണിയോട് മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് ഒരക്ഷരം പോലും പറയാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് കണ്ണൻ എവിടെയെന്ന് ചോദിക്കുന്നതും കണ്ണൻ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് ദുർഗയ്ക്കും കരുണയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് കണ്ണൻ നടന്നു വരുന്നത് കണ്ട് ദുർഗയ്ക്കാണെങ്കിൽ ശരിക്കും സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ഞാൻ നടന്നു തുടങ്ങിയപ്പോൾ ഇവൻ വീൽ ചെയറിലായെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഒരേ സമയം സന്തോഷവും ദുഃഖമാണല്ലോ, നീ എപ്പോഴാണ് നടന്നതെന്ന് ദുർഗ ചോദിക്കുമ്പോൾ നടന്നു തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായെന്നും
അത് ഇന്നലെ രാത്രി ഇവന് മനസ്സിലായി. പിന്നെ അഭിനയം വേണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചെന്ന് കരുണ ചോദിക്കുമ്പോൾ ഇവൻ്റെ അവസ്ഥയ്ക്ക് ഉത്തരവാദി ഞാനല്ല, മാർക്കോയാണ്. അവനങ്ങനെ ചെയ്യാനും കാരണമുണ്ട്. ഇന്നലെ രാത്രി AC-യിൽ വിഷവാതകം കടത്തിവിട്ടപ്പോൾ ഇവൻ പറഞ്ഞു വിട്ട ആൾക്കാരാണെന്നും എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണൻ അവിടെ തുറന്നടിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവൻ രണ്ടാൾക്കാരെ വരുത്തിയിരുന്നെന്നും ഇവൾക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്നും കണ്ണൻ പറയുമ്പോൾ തന്നെ ദുർഗ ദേഷ്യത്തോടെ കരുണയ്ക്ക് നേരെ തിരിയുന്നുണ്ട്. AC-യിൽ വിഷവാതകം നിറച്ചത് ഇന്നലെ ഇവിടേക്ക് വന്ന 2 ക്രിമിനൽസാണ്. അമ്മയെ ഒഴിവാക്കി ഇവൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എൻ്റെ ജീവൻ രക്ഷിക്കാനല്ല, എന്നെ കൊല്ലാനാണെന്നും തുടർന്ന് വഴിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ണൻ ദുർഗയെ അറിയിക്കുന്നു. ഗതി കെട്ടപ്പോഴാണ് കാറിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതെന്നും ഇവൻ ഞാൻ നടക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ മാനസിക നില തെറ്റിയ ഇവൻ എന്നെ റോഡിൽ വെച്ച് തന്നെ തീർക്കാൻ പോയി. ആ സമയത്താണ് ദേവദൂതന്മാരെ പോലെ മാർക്കോയും ലോപ്പസും വന്നത്. എന്നെ ലോപ്പസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മാർക്കോ ഇവനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇവനെ ഈ അവസ്ഥയിലാണ് ഞാൻ കാണുന്നതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അവരോട്. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ദുർഗ പറയുന്നുണ്ട്, എനിക്കൊരു ദുഃഖവും ഇല്ല മോനെ, ഇനിയെങ്കിലും ഇവനൊരു മനുഷ്യനാവട്ടെ, ഇവനെയും കൊണ്ട് പോടി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കരുണയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നു. ശേഷം ഇതിൽ എനിക്കൊരു പങ്കുമില്ല മോനെ എന്ന് ദുർഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ ആൾക്കാരുടെ സ്വഭാവം മിനിറ്റുകൾ വെച്ചാണ് മാറുന്നത്, അതുകൊണ്ട് തന്നെ ഭയത്തിന് പകരം വേദനയാണെന്നും കണ്ണൻ പറയുന്നു. ഏതായാലും മോൻ നടന്നു തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ അത് തോമസ് സാറിൻ്റെ കൃപ കൊണ്ടാണ്. എൻ്റെ കാലിൻ്റെ തളർച്ച മാറിയതിന് ശേഷമാണ് ഞാൻ മഹിയോടൊപ്പം ദാമ്പത്യബന്ധം തുടങ്ങിയത്. അതിനുശേഷമാണ് മഹി പ്രഗ്നൻ്റ് ആയത്. അന്ന് ആ കുഞ്ഞ് മറ്റാരുടെയൊക്കെയാണെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഞങ്ങളെ എന്തുമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു ദിവസം അതെല്ലാം തെറിച്ചടിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും എല്ലാം ലക്ഷ്മി മോളുടെ നന്മയും പ്രാർത്ഥന കൊണ്ട് സംഭവിച്ചതാണ്. നല്ലൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആണുങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കൂ എന്നും ഇവിടെ ഒരുത്തിയുണ്ടല്ലോ ആ പോയവള്, അവൾ കാരണം ഉണ്ണിയുടെ ആയുസ്സിന് പോലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നെനിക്ക് ഭയമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. എന്തായാലും ദുർഗയുടേത് വെറും അഭിനയമല്ല, അത് സത്യം തന്നെയാണെന്ന് കണ്ണൻ തിരിച്ചറിയുന്നു. പിന്നീട് ഉണ്ണി കരുണയോടായിട്ട് പറയുന്നുണ്ട്, അയാൾ കുറേ നാളായി നടന്നു തുടങ്ങിയിട്ട്, ഞാൻ എന്തായാലും തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടത്, എന്നാലും ആ മാർക്കോ എവിടെ നിന്ന് വന്നു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് നല്ല ശക്തിയുണ്ടെന്നെല്ലാം കരുണ പറയുമ്പോൾ, ഇനി അയാൾ കടുത്ത എന്തെങ്കിലും തീരുമാനമെടുക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് നിങ്ങൾ വീൽ ചെയറിൽ വരുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ചെറിയ ഞെട്ടലുണ്ടായി, പക്ഷേ അതിനേക്കാൾ അവർ സന്തോഷിച്ചത് നടന്നു വരുന്നതിന് കണ്ണനെ കണ്ടാണ്. സ്വന്തം മോനേക്കാൾ അവരുടെ ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലുണ്ടായ കുഞ്ഞിനോടാണ് അവർക്കിപ്പോൾ സ്നേഹം. എൻ്റെ അമ്മയെ പോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണിയുടെ നേരെ ചൂടാവുന്നു. തുടർന്ന് എന്നെ ആ കട്ടിലേക്ക് നീ ഒന്ന് കിടത്തുമെന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, എനിക്കൊന്നും വയ്യ, നിങ്ങൾ ഭയങ്കര ആവേശത്തിൽ പോയതല്ലേ, ആ ആവേശം കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണിയുടെ നേരെ വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. തുടർന്ന് നിൻ്റെ മുത്തശ്ശി പല കോംപ്രമൈസുകൾക്കും തയ്യാറായതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്വീകരിച്ചതെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഇനി നിങ്ങൾ എത്ര നാളെടുക്കും ഒന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട്? എൻ്റെ അച്ഛനും ആ വാമദേവനും ഒക്കെ ജയിലിലാണ്. മേഘൻ എന്ന് പറഞ്ഞ ആൾ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങളാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലായി. എന്തായാലും പിശുക്കനായി നിങ്ങൾക്ക് കാശ് മുടക്കാതെ ഒരു വീൽ ചെയർ സൗജന്യമായി കിട്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ഉണ്ണിയെ കൊച്ചാക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് സ്വന്തം ഭർത്താവിന് ഒരു അവശത വരുമ്പോൾ ഭാര്യ തണൽമരമാവണം എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോവാണ്, വരുന്ന സമയത്ത് ഒരു തണൽമരം കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ കളിയാക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്ന സമയത്ത് എല്ലാം തികഞ്ഞു എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം സമ്പൂർണ്ണ പരാജയമാണെന്ന്. ഇനി നൂല് കെട്ടും കഴിഞ്ഞ് ലക്ഷ്മിയും കുഞ്ഞും വരും. അതൊക്കെ കണ്ടുകൊണ്ട് എന്നെക്കൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് കണ്ണനെയും ലക്ഷ്മിയൊക്കെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ മാർക്കോയെയും ലോപ്പസിനെയൊക്കെ ആദ്യം തീർക്കണം. അവർ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ ശത്രുക്കളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ.
തുടർന്ന് നിനക്ക് എന്നെ ആ കട്ടിലേക്ക് ഒന്ന് ഇരുത്താൻ പറ്റുമെന്ന് വീണ്ടും ഉണ്ണി ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേട്ടതുപോലും ഭാവിക്കാതെ പുല്ലു വിലപോലും കൊടുക്കാതെ കരുണ അവിടെ നിന്നും ദേഷ്യത്തോടെ പോകുന്നു. തുടർന്ന് ഉണ്ണി തന്നെ ഒരു വിധത്തിൽ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ ആരും സഹായത്തിനില്ല എന്ന് ഇപ്പം മനസ്സിലായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരിതപിക്കുന്ന ഉണ്ണിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്